ശിവായ. മമ ഗുരു മഹാദേവ നമസ്തുതേ. സ്വയംഭൂസ്ഥാനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിനായി ഗുരു പ്രാർത്ഥിക്കുന്നു. മഹാദേവനിൽ വിശ്വാസികളായിരിക്കുന്ന ഒരു കൂട്ടം മഹാദേവന്റെ മക്കളെ മഹാദേവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒത്തിരി സോഷ്യൽ മീഡിയകൾ മഹാദേവ പ്രചാരക സംഘം കാണിച്ചു തന്നപ്പോൾ എന്തിനു വേണ്ടിയാണെങ്കിലും ഭഗവാന്റെ വചനങ്ങളും ഭഗവാനെ കുറിച്ചുള്ള സന്ദേശങ്ങളുമൊക്കെയും അനവധി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലേക്ക് ഭഗവാൻ ഗുരുവിനെയും പ്രവർത്തിക്കുവാൻ വേണ്ടി അനുവദിച്ചു. അങ്ങനെ ഭഗവാന്റെ സന്ദേശങ്ങളും അരുളപ്പാടുമെല്ലാം നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു കാലഘട്ടം ഭഗവാനെ കുറിച്ച് കേൾക്കാനും കുറെ പേർക്ക് മോക്ഷപ്രദായകമാകുന്നതിനു വേണ്ടി ഭഗവാൻ തന്നെ ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കുക, ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയായിരുന്നു. ആർക്കും ഭഗവാനെ പൂജിക്കുവാൻ വയ്യ. പകരം മറ്റു പലതിലേക്കും വിശ്വാസങ്ങളെ കൊണ്ടെത്തിച്ചു. അപ്പോഴും ലോകപിതാവായ മഹാദേവൻ ഒരു ഭയപ്പാടോടുകൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവരാരോ പഠിപ്പിച്ചു വെച്ച തെറ്റിദ്ധാരണകളുടെ പുറത്ത് യഥാർത്ഥത്തിൽ വിളിച്ചപേക്ഷിക്കേണ്ട അപ്പനെ നമ്മൾ മറന്നുകൊണ്ട് മറ്റു പലതിലോട്ടും സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി വന്നു. എന്നാൽ ഇന്ന് അതല്ല. നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും മഹാദേവന്റെ പ്രചരണം വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നു. ഭഗവാന്റെ അനുവാദമില്ലെങ്കിൽ ഒരിക്കലും അത് സംഭവ്യമല്ല. അനേകം ശിവക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയധികം വലിയ ശിവപ്രതിഷ്ഠകൾ ഉണ്ടാകുന്നുണ്ട്, ശിവലിംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭഗവാന്റെ നാമം അങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ആദ്യം എന്തുണ്ടായിരുന്നു അത് തന്നെയാണ് അവസാനത്തിലേക്കും എത്തിച്ചേരുന്നത് എന്നതിനുള്ളൊരു ചെറിയൊരു കാറ്റ് അത് വീശി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആദ്യം എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ അവസാനവും ഉണ്ടായിരിക്കും. ഇതിനിടയിലുള്ളതൊക്കെയും മായ കാഴ്ചകളാണ്, മിഥ്യകളാണ്. ആദിയും അന്തവുമാണ് ഭഗവാൻ. ഉണ്ടായതും ഈ ലോകം ഉണ്ടായപ്പോഴും ഈ ലോകം അവസാനിക്കുമ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു സത്യം. നോക്കൂ, ആദി കാലത്ത് ശിവാരാധനയും ശൈവാരാധനയും ഭഗവാന്റെ ആരാധനയും ഭഗവാനിലുള്ള തപസ്സും ഒക്കെയുമാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വന്ന മറ്റു പല ആരാധനാ രീതികളും അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിക്കൊണ്ട് ഭഗവാനെ മാറ്റി നിർത്തി. എന്നാൽ ഇപ്പോൾ വരുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ നോക്കുമ്പോൾ ഗുരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിവലിംഗം, ശിവക്ഷേത്രങ്ങൾ, മറ്റു പല മീഡിയകളിൽ കൂടിയും ഭഗവാനെ കുറിച്ചുള്ള വചനങ്ങൾ, ഇതൊക്കെയും ചില ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അത് ലോകത്തിനെ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭഗവാൻ നടത്തുന്ന ഒരു വിദ്യാലയ കാലഘട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മനസ്സ് വെച്ച് കേട്ട് പഠിച്ച് ഗുരുവിന് എന്താ പറയുവാൻ കഴിയുന്നത്? ആത്മരക്ഷ നേടുക. അതിനപ്പുറം മറ്റൊന്നും പറയുവാൻ കഴിയില്ല. ഈ അവസരത്തിൽ ആത്മരക്ഷ നേടുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. അതിനപ്പുറം മറ്റൊന്നുമില്ല. സ്വന്തം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കാര്യമുള്ളൂ. നമ്മുടെ ശരീരമൊക്കെയും എവിടെ നിന്നുണ്ടായോ അവിടെ അത് അവസാനിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ബോധം എന്ന് പറയുന്ന ആത്മാവ് അത് ഭഗവാനിൽ വിലയം പ്രാപിക്കേണ്ടതുണ്ട്, ഭഗവാനിൽ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ അറിയണം, ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കണം. ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നടക്കുന്ന ഉദ്യമങ്ങൾ അതേതിലും കേട്ട് നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞ് വളരെ നല്ല രീതിയിൽ ഭഗവാനിലേക്കുള്ള വിശ്വാസം എത്തിക്കുക എന്നുള്ളത്, അത് നിങ്ങളുടെ മനസ്സിനെയാണ് എത്തിക്കേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ഭഗവാനിലുള്ള വിശ്വാസം മനസ്സിൽ വന്നു തുടങ്ങിയാൽ
പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയും മാറിവരും. എന്തു ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെയും മാറിവരും. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ ഇവിടെ പലരും പറഞ്ഞത് ഗുരു തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുമുള്ളതാണല്ലോ. എന്നാൽ നിങ്ങൾക്കൊരു ആധ്യാത്മികമായ ഗുരു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തൊത്തിരി ഗുരുക്കൾ കിട്ടും, അങ്ങനെയല്ല. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ ബുദ്ധിയെ നേർവഴിക്ക് നയിക്കുന്നതിനും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് മകനെ അത് ചെയ്യൂ, മകളെ അത് ചെയ്യൂ, അല്ലെങ്കിൽ മകനെ മകളെ അത് ചെയ്യരുത് എന്നിങ്ങനെ ഉപദേശങ്ങൾ തരുന്ന, നമുക്ക് മാത്രമായി ഉപദേശം തരുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ഊർജമുണ്ട്. ആ ഊർജത്തെയാണ് നമ്മൾ ഭജിക്കുന്നതും ആ ഊർജത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഒരു സംരക്ഷണം വേണം. നമുക്ക് എവിടെ പോയാലും ഒരു സംരക്ഷണം കൂടെ ഉണ്ടാകണം. അത്തരത്തിലായിരിക്കണം വിശ്വാസങ്ങൾ വ്യാപരിക്കേണ്ടത്. അങ്ങനെ ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വന്നിറങ്ങുമ്പോൾ, ഇവിടെ പലരും അനുഭവസ്ഥരുണ്ട് മക്കളെ, നിങ്ങൾക്കും അതറിയുവാൻ കഴിയും. നിങ്ങളെ തന്നെ നിയന്ത്രിച്ച്, നിങ്ങളുടെ കൈ പിടിച്ച്, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു നേർവഴിക്ക് നടത്തുന്നൊരു ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കും. എന്നാൽ ഇതിലൊന്നിലും പെടാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോഴാണ് അവിടെ എന്താ പറയുക, നിങ്ങൾ ഭഗവാൻ എന്ന് പറയുന്ന, ഭഗവാൻ ഒരു ട്രാക്കുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ തീവണ്ടികൾ, ഓരോ തീവണ്ടിക്കും പോകാൻ ഓരോ ട്രാക്ക് പറയുന്നുണ്ട്. ആ തീവണ്ടി അത് ട്രാക്ക് മാറിയാൽ എന്ത് ചെയ്യും? അത് വേറെ വഴിക്ക് ഓടി എന്തെങ്കിലും അപകടം പറ്റും. എന്നാൽ അതുപോലെ ഭഗവാൻ എന്ന് പറയുന്ന ഊർജം സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. അപ്പോഴാണ് ആ ഊർജത്തെ നമ്മൾ കാണുന്നതും ആ ഊർജം നമ്മെ കൈപിടിച്ച് നടത്തുന്നതും. എന്നാൽ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എനിക്കെന്നും ഇങ്ങനെ തന്നെയാണ്. ഈ എനിക്ക് എന്നും എന്ന് പറഞ്ഞാൽ, ഈ എന്നും എന്ന് പറയുന്നത് എത്ര കാലമാണെന്ന് നിങ്ങൾക്കറിയോ? ഈ എത്ര കാലം നിങ്ങൾക്ക് ഈ എന്നും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും? ഇന്നോ, നാളെയോ, അതോ വരുന്ന 1 മണിക്കൂർ മാത്രമോ, അതോ അടുത്ത 10 വർഷം? ഈ ഒരു നിമിഷം നിങ്ങൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന ആ ഒരു നിമിഷം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത നിമിഷം ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പുണ്ടോ? പ്രശ്നങ്ങൾ എവിടെയാണ്? മനസ്സിനാണ് പ്രശ്നങ്ങൾ. പരിഹരിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എല്ലാവർക്കും, കുറെ പേർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, രോഗമായ അവസ്ഥകളുണ്ട്, പരിഹരിക്കാൻ കഴിയാത്തവയുമുണ്ട്. ഗുരുവിനറിയാം. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? അതിനെ ആലോചിച്ച് ചിന്തിച്ചിരുന്നു കൊണ്ട് പിന്നെയും വല്ലാത്തൊരു സാഹചര്യങ്ങളിൽ പോയി വീഴാതെ, അതെങ്ങനെയാണ് നമ്മൾ ഒരു വിഷയത്തെ, പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നത്? ഭഗവാന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഒറ്റയ്ക്കല്ല അതിന് പരിഹാരം കാണുന്നത്. ഭഗവാന്റെ കുടുംബത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ഭഗവാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അല്ലെങ്കിൽ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ഒരു കുടുംബ മീറ്റിംഗ് നടക്കും. നിങ്ങൾക്കറിയാം, അല്ല ഭഗവാൻ ഞാൻ ഈശ്വരനാണ്, ഞാൻ ദൈവമാണ്, ഈ ലോകം സൃഷ്ടിച്ചവനാണ്, എനിക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ അങ്ങ് ക്ലിയർ ചെയ്യാം. അങ്ങനെയല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ആദ്യം ആരാധിക്കേണ്ടത് മഹാദേവൻ, നമ്മുടെ പിതാവിനെയാണ്. കാരണം വേറിട്ടല്ല നിൽക്കുന്നത്. മറ്റുള്ള ദൈവങ്ങൾ മറ്റുള്ളവരെ പറയുന്ന പോലെ ഞാൻ അത്ഭുതം ചെയ്യുന്നു, അങ്ങനെയല്ല. നമ്മളായി നിന്ന്, നമ്മളായി വന്ന്, ഇതൊക്കെയും ഒരു നാടകം പോലെ നമ്മെ കാണിച്ചു തരുന്നത്. നമുക്ക് നേരിടുന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് തരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കുടുംബത്തിൽ നാരദമുനി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇതുണ്ടാക്കുമ്പോൾ അവിടെ ഒരു കൂടിയാലോചനയുണ്ട്. ആ കൂടിയാലോചനയിൽ അവിടെ തീരുമാനം ഉണ്ടാകാറുണ്ട്. ദേവി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദേവ എന്താണ്
ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എത്ര പേർ ഭാര്യയോട് സംസാരിക്കാറുണ്ട്, ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യ സംസാരിക്കാറുണ്ട്? പരസ്പരം അറിഞ്ഞും പങ്കുവച്ചും, അത് സന്തോഷമാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും പറഞ്ഞു പോകുമ്പോൾ പരിഹാരങ്ങൾ അവിടെ ഉണ്ടാകും. മറച്ചു വയ്ക്കുമ്പോൾ പരിഹാരങ്ങൾ മൂടപ്പെടും. അപ്പോൾ നമ്മൾ മറച്ചു വയ്ക്കാതിരിക്കുക, പരസ്പരം സംസാരിക്കുക. രണ്ടിലൊരാളെ കൊണ്ട് പരിഹാരമുണ്ടാകും. മക്കൾക്ക് പ്രശ്നമുണ്ടോ, അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരിക്കുക, അവിടെ സംസാരിക്കുക. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പറയത്തില്ല. എല്ലാ ദിവസവും എഴുതുക. അങ്ങനൊരു വൈകുന്നേരമാകുമ്പോൾ അച്ഛനൊരു ഭാഗത്ത് മൊബൈലും കൊണ്ടിരിക്കുന്നു, അമ്മ മറ്റൊരു ഭാഗത്ത് മൊബൈലും കൊണ്ടിരിക്കുന്നു, മക്കൾ വേറൊരു ഭാഗത്ത് മൊബൈലും കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് സമയം എന്തെങ്കിലുമൊക്കെ പരസ്പരം സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പറയുവാനുള്ളൊരു വാതിൽ അവിടെ തുറന്നു കൊടുക്കുകയാണ്. അച്ഛനും അമ്മയും മക്കളെ മനസ്സിലാക്കണം, മക്കൾ അതുപോലെ അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കണം. അതിനുള്ള അവസരം കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു കുടുംബ മീറ്റിംഗ് ഉണ്ടാകണം. എന്താ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? എല്ലാ ദിവസവും ഒരു കുടുംബ മീറ്റിംഗ് വെക്കുക. എല്ലാ ദിവസവുമല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഈ ടിവിയുടെ മുന്നിലൊക്കെ പോയിരിക്കാണ്ട് ഒരു കുടുംബ മീറ്റിംഗ് വെച്ചിട്ട് ഒരു ആഴ്ചയിൽ ഒരു കുടുംബ മീറ്റിംഗിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ അടുത്ത ദിവസത്തെ കുടുംബ മീറ്റിംഗിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അമ്മ. അതിന്റെ അടുത്ത ആഴ്ച അത് ചെയ്യേണ്ടത് മക്കളുണ്ടെങ്കിൽ മക്കളെ ഏൽപ്പിക്കുക. അവരത് കൃത്യമായിട്ട് ചെയ്യണം. അത് എന്നിട്ട് അതിനകത്തൊരു മിനിറ്റ്സ് ബുക്ക് വയ്ക്കുക. എന്താണ് പറയുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ സംസാരിച്ചത്, എന്താണ് അച്ഛന്റെ പ്രശ്നം, എന്താണ് അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നം, എന്താണ് മക്കളിലുള്ള പ്രശ്നം, ഇതിങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ അവിടെ നിങ്ങളെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ, അവരവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അവരവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കൂ, എന്നിട്ട് അവിടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മീറ്റിംഗ് ആരംഭിക്കൂ. ഒരു ഭക്തി പാട്ട് പാടൂ, ഒരു കീർത്തനം ചൊല്ലൂ, ഒരു നമശിവായ ജപിക്കൂ. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ ആ ഒരു ഇറങ്ങി വരവ് നിങ്ങൾ മനസ്സിൽ ഇറങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാവർക്കും വലിയ നന്മകളും ഉണ്ടാകട്ടെ. ഇവിടെ ഒരേ മനസ്സോട് കൂടി നിൽക്കുവാൻ പരിശീലിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം പത്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ.